അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഡിജിറ്റലൈസ് ചെയ്ത പുണ്യകർമ്മങ്ങളെക്കുറിച്ചാണ് നാം പറയുന്നത്. അഥവാ വളരെ ചെറിയ ശ്രമം കൊണ്ട് വലിയ പുണ്യം കിട്ടുന്ന അമലുകളെക്കുറിച്ച്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഖാലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹിൽ അദീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം ബുഖാരി തൻ്റെ പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബ്, വിശുദ്ധ ഖുർആനിന് ശേഷം ഏറ്റവും മുന്തിയ കിതാബ് എന്ന പേരുള്ള ബുഖാരി അവസാനിപ്പിച്ചത് ഈ പരിശുദ്ധ ഹദീസ് കൊണ്ടാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഹദീസിന്റെ മഹത്വം എന്താ. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, രണ്ട് വചനങ്ങൾ, അത് നാവിന് വലിയ ആയാസമാണ്. അത് ഉരുവിടാൻ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, വളരെ ആയാസമാണ്. പിന്നെ സഖീലത്താനി ഫിൽ മീസാൻ, നന്മ തിന്മ തൂക്കുന്ന മീസാൻ എന്ന തുലാസിൽ അത് വലിയ ഖനം തൂങ്ങുന്നതുമാണ്. പിന്നെയോ ഹബീബത്താനി ഇലർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന് പ്രിയപ്പെട്ടതുമായ ഇഷ്ടപ്പെട്ടതുമായ രണ്ട് വചനങ്ങളാണ്. അഥവാ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എന്താ, അത് ചൊല്ലുന്നവർ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയപ്പെട്ടവരാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാഷാ അല്ലാഹ്. അങ്ങനത്തെ രണ്ട് വചനങ്ങൾ. അതേതാ? സുബ്ഹാനല്ലാഹിൽ അദീം എന്നാണ് ഒരു വചനം, സുബ്ഹാനല്ലാഹി വബിഹംദി എന്നാണ് രണ്ടാമത്തെ വചനം. സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് പറഞ്ഞാൽ മഹാനായ, അൽ അദീം എന്നത് അള്ളാഹുവിൻ്റെ പേരാണ്. നമ്മളതിന് മഹാൻ എന്നൊക്കെ അർത്ഥം വെക്കുന്നു എന്നല്ലാതെ അതിൻ്റെ മഹത്വമൊന്നും പറഞ്ഞാൽ തീരൂല. മഹാനായ അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവന് പങ്കുകാരില്ല, അവന് മക്കളില്ല, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ന്യൂനതയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധനാക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടുകൂടി അവനെ ഞാൻ പരിശുദ്ധനാക്കുകയും ചെയ്യുന്നു. അത് അള്ളാഹുക്ക് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാണ്, സ്തുതിക്കുന്നതോടൊപ്പം. കാരണം ഈ സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ളൊരു വചനമാണ്. സുജൂദിലും റുകൂഇലും നിസ്കാര ശേഷവും ഉറങ്ങുമ്പോഴും ഒക്കെ നമ്മോടത് ചൊല്ലാൻ പറഞ്ഞത്, കൽപ്പിച്ചത് അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വചനമായതുകൊണ്ടാണ്. അള്ളാഹു അവന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു വചനം. അങ്ങനെ പറയാം. നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മെ ഇന്ന പേര് കൊണ്ട് വിളിക്കണം എന്നെ എന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടാവും എന്നതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവും. എൻ്റെ ഓമന പേര് കൊണ്ടോ അല്ലെങ്കിൽ ഇന്ന രൂപത്തിലുള്ള പേര് കൊണ്ടോ ഒക്കെ വിളിക്കുക നമുക്ക് ഇഷ്ടമാകും എന്നതുപോലെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള, അള്ളാഹു തെരഞ്ഞെടുത്ത വചനമാണ് സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹാ. ആ രസമുള്ള സൂറത്തു ത്വാഹയിലെ ആയത്താണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 130-ാമത്തെ ആയത്തായിരിക്കും. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ബാസിത്തിന്റെ ഖിറാഅത്തൊക്കെ അങ്ങനെ ആ സൂറത്തു ത്വാഹ കേട്ട വല്ലാത്ത മധുര. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹാ. ഹബീബായ നബിയെ, അങ്ങയുടെ നാഥനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുക. വസബ്ബിഹ് ബിഹംദി, സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുക. അപ്പൊ അത് അല്ലാഹുവിന് ഇഷ്ടമുള്ളതായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എപ്പോൾ? ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹാ, സൂര്യോദയത്തിന് മുമ്പും അസ്തമയത്തിന് മുമ്പും. അഥവാ രാവിലെ ആ നിസ്കാര ശേഷമുള്ള ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ഇത് ചൊല്ലിയിരിക്കാം. വൈകുന്നേരം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പൊക്കെയാണ് നമ്മുടെയൊക്കെ ഇപ്പം നാട്ടില് തസ്ബീഹ് ചൊല്ലുക. 1 മിനിറ്റ് മുമ്പ്. അത് അല്ല, അതൊക്കെ മിനിറ്റുകൾ എടുത്തുകൊണ്ട് 5-10 മിനിറ്റൊക്കെ ചൊല്ലുന്ന, മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്ന ഒരവസ്ഥ വേണം. അത്രക്കും മഹത്വമാണ്.
അപ്പൊ അങ്ങനെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നെയും സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നെയും ഒക്കെ അങ്ങ് തസ്ബീഹ് ചൊല്ലുക. എന്താ നേട്ടം? എന്താ? അല്ലാ ലഅല്ലക തർദാ, അങ്ങേക്ക് സംതൃപ്തി ലഭിക്കും, തൃപ്തി ലഭിക്കും, ഇഷ്ടം ലഭിക്കും, അങ്ങെന്തൊക്കെ ആശിക്കുന്നു അതൊക്കെ ലഭിക്കും. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സുഖാണല്ലോ തൃപ്തിയും സന്തോഷവും ഉണ്ടാവുക എന്നുള്ളത്. അത് ലഭിക്കും എന്ന് ഇത് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. എത്ര മനോഹരമാണ് ഈ ആയത്ത്. സുഖവും സംതൃപ്തിയും ലഭിക്കാൻ തസ്ബീഹ് വർദ്ധിപ്പിച്ചാൽ മതിയെന്ന്. ഇങ്ങനെ നിരവധി ആയത്തുകൾ കാണാം തസ്ബീഹിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. മറ്റെല്ലാ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലുന്നുണ്ടെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് നമ്മളാണ് പിന്നെ മടിയന്മാര്. മനുഷ്യന്മാരായ ബുദ്ധിയുള്ള നമ്മളാണ് മടിയന്മാർ. എല്ലാ വസ്തുക്കളും അള്ളാഹു ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞില്ലേ, വഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ വിശുദ്ധി പ്രകീർത്തനം ചെയ്യാത്ത ഒരു വസ്തുവുമില്ല. എല്ലാം വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. പക്ഷേ വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹ്, നിങ്ങൾക്കത് തിരിഞ്ഞോളണമെന്നില്ല. അവരുടെ ആ ഭാഷയിലുള്ള തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ബഹുമാനപ്പെട്ട യസീറ റളിയല്ലാഹു തആല ഒരു സഹോദരി, സ്വഹാബി വനിതയായ ഒരു വലിയ മഹദി പറയാണ്, ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞങ്ങളോട് പെണ്ണുങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു. മാഷാ അല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കേൾക്കുക. സ്ത്രീകളോടായ അല്ലാഹു റസൂൽ പറഞ്ഞു, അലൈകുന്ന ബിത്തസ്ബീഹി വത്തഹ്ലീലി വത്തഖ്ദീസി, നിങ്ങൾ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ് തസ്ബീഹ് ചൊല്ലണം, തഹ്ലീൽ ചൊല്ലണം, അതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തണം. എന്നിട്ടോ വഅഖിദ്ന ബിൽ അനാമിലി, നിങ്ങൾ അത് വിരൽ കൊണ്ട് എണ്ണം പിടിക്കണം, എണ്ണം പിടിച്ച് തസ്ബീഹ് ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. കാരണം എന്താ? ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ, വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒരു വാക്കാ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫഇന്നഹുന്ന, കാരണം നിങ്ങൾ വിരലുകളെ കൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നത് എണ്ണണം എന്ന് പറയാനുള്ള കാരണം എന്താ? ആ വിരലുകളെ ചോദ്യം ചെയ്യപ്പെടും. ആ വിരലുകളെ കൊണ്ട് എത്ര ഗീബത്ത് ഫോർവേഡ് ചെയ്തു, എത്ര ഹറാമുകൾക്ക് വേണ്ടി നമ്മുടെ വിരൽ തുമ്പുകൾ ഇന്ന് മൊബൈലിൽ ഉപയോഗപ്പെടുത്തി, എത്ര ഫിലിമുകൾ കാണാൻ വേണ്ടി, എത്ര ഡാൻസുകൾ കാണാൻ വേണ്ടി, എത്ര മോശം പാട്ടുകൾ കേൾക്കാൻ വേണ്ടി നമ്മുടെ വിരൽ തുമ്പുകൾ ഉപയോഗപ്പെടുത്തി, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി എത്ര നമ്മുടെ വിരൽ തുമ്പുകളെ കൊണ്ട് അക്ഷരങ്ങൾ എഴുതി. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും, വിരലുകളെ ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്താ പറയുന്നത്? മുസ്തൻതിഖാത്തുൻ, ആ വിരലുകൾക്ക് സംസാരശേഷി അള്ളാഹു കൊടുക്കും. എന്നിട്ട് അവ പറയും, എൻ്റെ ഈ വിരലുകൾ ഇന്ന 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 ഹറാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന തോന്നിവാസങ്ങളൊക്കെ എൻ്റെ വിരലുകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ വിരലുകൾ സംസാരിക്കും. അതുകൊണ്ട് പെണ്ണുങ്ങളെ വലാ തഗ്ഫൽന, നിങ്ങൾ തസ്ബീഹ് ചെല്ലുന്ന കാര്യവും തഹ്ലീൽ ചെല്ലുന്ന കാര്യവും അശ്രദ്ധമായി പോകരുത് കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളത് മറന്നാലോ ഫതൻസൈന റഹ്മ, അല്ലാഹ് എന്താ പറയാ, റഹ്മത്ത് കിട്ടാതിരിക്കാൻ അത് കാരണമാകും. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ വലിയ കാരണമാണ് തസ്ബീഹും തഹ്ലീലും, അതുപോലെ എന്താ തഖ്ദീസ് എന്ന് പറയുന്നതും സുബ്ഹാനല്ലാഹ് തന്നെയാണ്. അപ്പോൾ വലിയ പുണ്യമുള്ള മഹത്വമുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം മീസാൻ എന്ന തുലാസിൽ വല്ലാതെ ഭാരം തൂങ്ങുന്ന ഒരു അമലുമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ല സുബ്ഹാനല്ലാഹിൽ അളീമി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നമ്മളൊക്കെ ചുരുങ്ങിയത് സുജൂദിലും റുക്കൂഇലും നിസ്കാരത്തിന്റെ ശേഷമൊക്കെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് മനസ്സിൽ തട്ടി പറയുക, ഒന്ന് അതൊരു സന്തോഷത്തോടെ പറയുക. എൻ്റെ നാഥന് ഇഷ്ടമുള്ള ഒരു വചനമാണ് ഞാൻ ഉരുവിടുന്നതെന്ന ബോധത്തോടെ പറയുക. ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് ചൊല്ലുന്ന തഹ്ലീൽ ചൊല്ലുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. നമ്മുടെ വിരലുകളെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഹറാമുകൾക്ക് വിനിയോഗിക്കാതിരിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട് തരട്ടെ, എല്ലാ വിഷമങ്ങളും തീർത്തു തരട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തപ്പാട്. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.